കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ സാധാരണക്കാരായ ഒരുപാട് പേരുടെ ആശ്രയമായ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നേരത്തെ മികച്ച ചികിത്സ ലഭ്യമായിരുന്ന ഘട്ടത്തിൽ ഒരുപാട് പ്രശംസ ഈ ആശുപത്രി നേടിയെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സാധാരണക്കാരായ അതേ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആശുപത്രി മാറി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. മുപ്പത് പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലുണ്ട്. എന്നാൽ കഴിഞ്ഞ 10-ാം തീയതി ഉണ്ടായ അപ്രതീക്ഷിതമായൊരു തീരുമാനമാണ് നിർധനരായ രോഗികളെ ഞെട്ടിച്ചത്. ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ആശുപത്രിയിൽ ഇല്ലാത്തതിനാൽ കിടത്തി ചികിത്സ നിർത്തിവെക്കുന്നതായി സൂചിപ്പിച്ചാണ് മെഡിക്കൽ ഓഫീസർ കത്ത് നൽകിയത്. 11-ാം തീയതി വൈകിട്ട് ആശുപത്രിയും പൂട്ടി പരിശീലനത്തിനായി മെഡിക്കൽ ഓഫീസർ പോവുകയും ചെയ്തു. പിന്നീട് ജനപ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും ഇടപെട്ടതോടെ 14-ാം തീയതിയാണ് ആശുപത്രി തുറന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ DMOയോട് സംസാരിച്ചപ്പോൾ DMO പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ കിടത്തി ചികിത്സ നിർത്തിയിട്ടില്ല, നിങ്ങൾ രോഗികളെ കൊണ്ട് അവിടെ കിടത്തു, ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഈ ആശുപത്രിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 15 ലക്ഷം രൂപ നമ്മൾ ഈ സാമ്പത്തിക വർഷം മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. 27.5 ലക്ഷം രൂപ നമ്മളിവിടുന്ന് മെഡിക്കൽ ഗ്രാൻഡ് ഇവിടെ ക്വാർട്ടേഴ്സിൻ്റെ നിർമ്മാണം മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മൾ ഇവിടെ അലമാരിയും മറ്റ് അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടി നമ്മൾ 12 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. 1/2 കോടിയിൽ മുകളിൽ രൂപയാണ് നമ്മൾ ഈ ആശുപത്രിക്ക് വേണ്ടി സാമ്പത്തിക വർഷം കൊടുത്തിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരോടും പാവപ്പെട്ട രോഗികളുടെ ഒരു വെല്ലുവിളിയായിട്ടാണ് ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറും DMOയും കാണുന്നത്. ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല. ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടതാണ്. ഈ സർക്കാരിൻ്റെ ഒരു അനാസ്ഥയാണ്, ഈ മേഖലയോടുള്ളൊരു അനാസ്ഥയാണ് ഇതിന് കാരണം. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോക്ടറെ നിയമിക്കാനുള്ള അധികാരം PSC നിയമനം നടത്താനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ് ഉള്ളത്. അതായത് മന്ത്രി വീണ ഇതുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് ഒരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചതാണ് അവരുടെ ഓഫീസിൽ. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. ഡോക്ടർമാരില്ലാത്തതിനാൽ വൈകുന്നേരത്തെ OPയും കിടത്തി ചികിത്സയും പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ആശുപത്രി എന്ന പേരിൽ മാത്രമേ ആശുപത്രി ഉള്ളൂ. ജനങ്ങൾക്കും സാധാരണക്കാരായ ആളുകൾക്കും ഈ ആശുപത്രിയുടെ സേവനം ലഭ്യമാകുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഇവിടെയുള്ളത്. നിലവിൽ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നൊരു ആശുപത്രിയാണ്, എന്നാൽ നിലവിൽ കിടത്തി ചികിത്സ അവസാനിപ്പിച്ചു. അതുപോലെ ഈ നാട്ടിലെ ജനങ്ങൾക്കും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി നൽകേണ്ട ആംബുലൻസ് സേവനം, ആംബുലൻസ് കട്ടപ്പുറത്തായി കിടക്കും. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ആംബുലൻസിൻ്റെ അവസ്ഥ. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അതിദരിദ്രരും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഏക ആശ്രയമാർഗ്ഗമാണ് കഞ്ഞിക്കുഴിയിലെ ഈ ആശുപത്രി. ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് ജീവനക്കാരില്ല, ഡോക്ടർമാരില്ല, യാതൊരു സംവിധാനമില്ല എന്നാണ് ഇവർ അറിയിക്കുന്നത്. എന്നാൽ അധികാരികൾ ഇവിടെ ആകെ കൂടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നും PG ഡോക്ടർമാർ വന്ന് കുറച്ച് ആളുകളെ പരിശോധിക്കുന്നു, അവർ പോകുന്നു. അല്ലാതെ യാതൊരുവിധ സംവിധാനങ്ങളും ഈ ആശുപത്രിയിലില്ല. HMS കൂടുമ്പോൾ അടക്കമുള്ള സമയങ്ങളിൽ നിരവധിയായ തവണ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ അധികാരികൾ യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല. പരിശീലനം കഴിഞ്ഞ് 21-ന് മെഡിക്കൽ ഓഫീസർ മടങ്ങിയെത്തിയതിനു ശേഷമേ കിടത്തി ചികിത്സ പുനരാരംഭിക്കുകയുള്ളൂ. രാത്രിയിൽ അത്യാവശ്യക്കാർ 30 കിലോമീറ്റർ അകലെയുള്ള ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രികളിലോ പോകേണ്ട ഗതികേടാണ്. ആശുപത്രിയിലെ ആംബുലൻസ് കട്ടപ്പുറത്തായിട്ട് മാസങ്ങളായി. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ ഉൾപ്പെടെ ആശ്രയം ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററായിരുന്നു. 56 ലക്ഷം രൂപ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആശുപത്രിക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴും സാധാരണക്കാരായ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. അതെത്രയും വേഗം പരിഹരിക്കപ്പെടേണ്ടതാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.